പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം സർക്കാർ ലോ കോളേജ് ക്യാമ്പസിലെ അനധികൃത നിർമ്മാണത്തിൽ SFI നേതാക്കൾക്ക് സസ്പെൻഷൻ. ഐ ഡോണ്ട് ലവ് യു എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി സംഘടനകൾ പറയുന്നത്. ഈ പറയുന്ന നേതാക്കളോട് വനിതാ ഹോസ്റ്റലിന് മുന്നിൽ നിർമ്മിച്ച SFI നേതാവിന്റെ രക്തസാക്ഷി മണ്ഡപം പൊളിച്ചു മാറ്റാനും ഉത്തരവ്. ശനിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്തൂപം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് കോളേജിന്റെ നടപടി. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, ഈ യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ ഇത്തരത്തിൽ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇടിമുറി എന്ന് കുപ്രസിദ്ധി നേടി. അങ്ങോട്ട് മുറിയൊന്നുമില്ല, അത് യൂണിയൻ മുറിയാണ് എന്ന് പിന്നീട് SFI നേതാക്കളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. അവിടെ ഈ രക്തസാക്ഷി സ്തൂപമൊക്കെ നിർമ്മിക്കുന്നത് അനധികൃതമാണ് എന്നതാണോ കോളേജിന്റെ നിലപാട്? SFI നേതാവിന്റെ രക്തസാക്ഷി മണ്ഡപം എങ്ങനെയാണ് ലോ കോളേജിന്റെ ഉള്ളിൽ വരിക? യൂണിവേഴ്സിറ്റി കോളേജിൽ അങ്ങനെ ചില വിവാദങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്, ചില മുറികളൊക്കെ ഉണ്ടെന്നും ഒക്കെ. അതൊക്കെ പിന്നീട് കുപ്രചരണമാണെന്നൊക്കെ നേതാക്കൾ പറഞ്ഞു, അത് തെളിയുകയും ചെയ്തു. ചില ഇടങ്ങളൊക്കെ ചില ആളുകൾ ഒരുമിച്ചിരിക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ. പക്ഷേ ഇവിടെ ലോ കോളേജിൽ എന്താ സംഭവിക്കുന്നത്? ഗോപാൽ ശിലാസനൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തിരുവനന്തപുരം സർക്കാർ ലോ കോളേജിലാണ് ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപം ഒരു വിവാദമായിരിക്കുന്നത്. ലോ കോളേജിൽ പഠിച്ച മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ MA സക്കീർ SFIയുടെ രക്തസാക്ഷിയാണ്. സക്കീറിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന രക്തസാക്ഷി സ്തൂപത്തിനാണ് ഇപ്പോൾ ഈ കോളേജ് അധികൃതർ നടപടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കി. കോളേജിന്റെ അനുമതിയില്ലാതെ സർക്കാർ ഭൂമി കയ്യേറി ഇത്തരത്തിൽ ഒരു നിർമ്മാണം നടത്തി. അത് ഗുരുതര അച്ചടക്ക ലംഘനമാണ്, ക്രിമിനൽ കുറ്റമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് 4 SFI നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. SFIയുടെ ലോ കോളേജ് യൂണിറ്റ് സെക്രട്ടറി അൽസഫർ നവാസ്, പ്രസിഡന്റ് സഫർ ഗഫൂർ, പ്രവർത്തകരായ അർജുൻ PS, വേണുഗോപാൽ എന്നിവർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. 24 മണിക്കൂറിനകം ഈ സ്തൂപം പൊളിച്ചു മാറ്റണമെന്നും അതിന് വേണ്ട ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥികൾ തന്നെ അതിന്റെ മുൻകൈ എടുക്കണമെന്നും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിലും പരാതി കോളേജ് അധികൃതർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പരാതിയെയും ഈ ഉത്തരവിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇപ്പോഴും ഈ നിർമ്മാണം ഇവിടെ പുരോഗമിക്കുകയാണ് എന്നതാണ് KSU ഇതിൽ ഉന്നയിക്കുന്ന ആരോപണം. വരുന്ന ശനിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു നടപടി കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. MV ഗോവിന്ദന് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടിയുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയപ്പോൾ SFI നേതാക്കൾ കത്ത് നൽകിയപ്പോഴാണ് അതിന് തിരിച്ചൊരു നടപടി ഉണ്ടാകുന്നത്. എന്താണെങ്കിലും കോളേജിനുള്ളിൽ SFI നേതാവിന്റെ രക്തസാക്ഷി മണ്ഡപം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമൊക്കെയാണ് KSU പ്രവർത്തകർ അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ചോദിക്കുന്നത്. അതിന് അനുമതി ലഭിക്കാത്തിടത്തോളം അത് ക്രിമിനൽ കുറ്റമാണ്, അച്ചടക്ക നടപടി നേരിടേണ്ടതാണ് എന്നതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഓക്കെ, താങ്ക് യു ഗോപാൽ ശിലാസനൽ. കോളേജിലൊക്കെ രക്തസാക്ഷി സ്തൂപവും രക്തസാക്ഷി മണ്ഡപവും ഒക്കെ വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി സമവായത്തിലൊക്കെ ആണെങ്കിൽ കൊടിമരങ്ങൾ വയ്ക്കുന്നതും അതിനോട് സംഘടനാ നേതാക്കൾ അടിയും പിടിയൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിലൊക്കെ മനോഹരമാണ്. പക്ഷേ ഈ കൊടിമരം തന്നെ ഉണ്ടല്ലോ, ഞാൻ പഠിപ്പിച്ച കോളേജിലടക്കം കൊടിമരം കാരണം ഒരു അധ്യയന വർഷത്തിലെ ഒരു 10-25 ദിവസത്തെ ക്ലാസ്സെങ്കിലും പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിമരം എന്ത് തർക്കം ഉണ്ടെങ്കിലും ആദ്യം വന്ന് ഈ കൊടിമരം പിഴുതങ്ങ് കളയും. കൊടിമരം പിഴുത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുദ്രാവാക്യം വിളിച്ചായിരിക്കും ഇറങ്ങുക, പഠിപ്പ് മുടക്കിൻ്റെ ആയിരിക്കും ഇറങ്ങുക, സ്ട്രൈക്ക് ഓൺ എന്നിങ്ങനെ വിളിച്ചു വരും. ഈ കൊടിമരം നശിപ്പിച്ചതാണ്. ആ കൊടിമരം അവിടെ വെച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അത് എല്ലാവരും ഒക്കെ സമവായത്തിലും ജനാധിപത്യാവകാശമൊക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കും. അതല്ലാതെ ഒരു കൊടിമരം ഒരാളുടെ ആധിപത്യത്തിൻ്റെ കൊടിയടയാളമൊന്നും അല്ലല്ലോ, സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് അവിടെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനോടാണ് കലിപ്പെല്ലാം തീർക്കുന്നത്. എന്തായാലും അത് ശരിയായ നടപടിയല്ല.